10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ 5 പേർക്കാണ് പുതുജീവൻ നൽകുക. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ. അവയവവും സ്വീകരിച്ച 2 കുട്ടികളുടെ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് 3.25 മണിക്കൂർ എടുത്താണ് അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ആലിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ നടക്കും. സെയ്ഫ് സൈൻലാബ്ദീൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, ആലിൻ ഷെറിൻ ഒരേ സമയം വലിയ നൊമ്പരവും വലിയ പ്രതീക്ഷയും നൽകുന്ന ഒരു പേരാണ്. 5 പേർക്കാണ് ആലിൻ ജീവൻ നൽകിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവുന്നത്. ആലിന്റെ ചിരിയും ആലിന്റെ ഹൃദയത്തുടിപ്പുകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു വാർത്ത കൈകാര്യം ചെയ്യുന്നതും. സെയ്ഫ്, അപ്പോൾ എന്തൊക്കെയാണ് ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ആലിന്റെ സംസ്കാര ചടങ്ങടക്കമുള്ള വിവരങ്ങൾ? ഒരേ സമയം ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ ദുഃഖകരവും അതിനപ്പുറം സന്തോഷവും നൽകുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജിൽസി, ഈ അപകടം നടക്കുന്നത് 5-ാം തീയതിയാണ്. ഫെബ്രുവരി 5-ാം തീയതി കോട്ടയത്ത് നിന്ന് തിരുവല്ലയിലേക്ക് പോവുകയായിരുന്നു ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അച്ഛനും അമ്മയും അവരുടെ രക്ഷിതാക്കളുമെല്ലാം. അത് തിരുവല്ല എത്തുന്നതിന് മുമ്പ് ഒരു അപകടം ഉണ്ടാകുന്നു. എതിരെ വന്ന ഒരു കാറ് ഇവരുടെ കാറിലേക്ക് ഇടിക്കുകയായിരുന്നു. അന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ആലിന്. ഗുരുതരമായി പരിക്കേറ്റ് തിരുവല്ല ആശുപത്രിയിലും അവിടെ ചങ്ങനാശ്ശേരി ആശുപത്രിയിലും എല്ലാം കാണിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞിനെ നോക്കാൻ കൂടുതൽ സൗകര്യം വേണം, ഗുരുതരമായ പരിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. അവിടെ തൊട്ട് തുടങ്ങുകയാണ് ആ ചരിത്രം. അവരുടെ 10 മാസം പ്രായമുള്ള കുഞ്ഞ്, ഈ രക്ഷിതാക്കളുടെ 10 മാസം പ്രായമുള്ള കുഞ്ഞ്, അതിൻ്റെ ഓരോ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നു. ദാനം ചെയ്യാനുള്ള തീരുമാനമെടുത്ത് പുതിയ മനുഷ്യർക്ക് പുതിയ ജീവൻ ആലിൻ നൽകുകയാണ്. അവർക്ക് ഹൃദയം പൊള്ളുന്ന വേദനയിലായിരിക്കും അവർ പക്ഷേ അത് കൊടുത്തത്, അല്ലെങ്കിൽ ആ സമ്മതം മൂളാനുള്ള അവരുടെ ആ മാനസികാവസ്ഥയെ തന്നെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി, ഇന്നലെ ഈ 6:30 പുറപ്പെടും എന്നാണ് അറിയിച്ചിരുന്നത് ആംബുലൻസ്. 7:15 കൂടിയാണ് ആംബുലൻസ് പുറപ്പെട്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗതയേറിയ അവയവദാനം. നമ്മൾ ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ടുപോകായിരുന്നു, പക്ഷെ റോഡ് മാർഗം, MC റോഡ് മാർഗമാണ് എത്തിക്കുന്നത്. ട്രാഫിക് സിനിമ കണ്ട ആ ഫീൽ അതിപ്പോൾ ജിൽസിക്ക് ഓർമ്മയുണ്ടാവും. അത് കണ്ട നമ്മളെങ്ങനെയാണോ ഇരുന്നത് അതേപോലെ ഇരിക്കുകയായിരുന്നു. ഓരോ സ്ഥലത്തുകൂടെ വാഹനം പോകുമ്പോഴും ആൾക്കാർ, പൊതുജനം അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. വാഹനങ്ങളെല്ലാം ഒതുക്കി കൊടുക്കുന്നു. ഈ ആദ്യം പൈലറ്റ് വാഹനം പോകുന്നു, അതിന് പിന്നാലെ തന്നെ അമൃതയിലെ ആംബുലൻസ് ഈ അവയവങ്ങളായിട്ട് തിരിക്കുന്നു. ഇന്നലെ വെഞ്ഞാറമൂട് എത്തിയപ്പോഴാണ് അതിനകത്ത് കുറച്ചുകൂടെ വൈകാരികമായ ദൃശ്യങ്ങൾ കാണുന്നത്. ഈ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ആൾക്കാർ ഇങ്ങനെ അപ്പുറത്തും വലിയ രീതിയിൽ തടിച്ചുകൂടി നിൽക്കുന്നു. ഒരു 10 മണിയോടടുപ്പിക്കുന്നു എന്ന് തോന്നുന്നു. ഒരാളിങ്ങനെ ക്രോസ് ചെയ്യാൻ നേരത്തെ അതിനെ പിടിച്ചു മാറ്റിയിട്ട് ആംബുലൻസ് വരുന്നു എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റിയിട്ട് ആ വാഹനം ഇങ്ങനെ പോവുകയാണ്. അതീവ വേഗതയിലാണ് പോകുന്നത്. അങ്ങനെ 3.25 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 200ഓളം കിലോമീറ്റർ, അത് അതിവേഗതയിൽ പോകാൻ നമ്മുടെ ഹൈവേയിലായിരുന്നെങ്കിൽ അത്രയും വേഗതയിൽ പോകാൻ കിട്ടില്ല, കാരണം പണി നടക്കുന്നു. അതുകൊണ്ടാണ് MC റോഡ് തിരഞ്ഞെടുത്തത്. അങ്ങനെ 200ഓളം കിലോമീറ്റർ 3.25 മണിക്കൂർ കൊണ്ട് വാഹനം ഓടിച്ച്, ആംബുലൻസ് ഓടിച്ച് ഇവിടെ എത്തിക്കുന്നു. ആദ്യം അത് എത്തുന്നത് കിംസ് ആശുപത്രിയിലേക്കാണ്. നേത്രപടലങ്ങൾ ഈ കുഞ്ഞിനെ ആലിനെ ചികിത്സിച്ച അമൃത ആശുപത്രിയിൽ തന്നെയാണ് കൊടുത്തത്. പിന്നീട് കിംസ് ആശുപത്രിയിലാണ് ആദ്യം ഈ വാഹനം എത്തിച്ചേരുന്നത്. ഏതാണ്ട് ഒരു 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ആ വാഹനം കിംസ് ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് അവിടെ എത്തുന്നു. അവിടെയാണ് ആലിൻ്റെ കരൾ കൊടുത്തത്. കരൾ പകത്ത് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ കരൾ മുഴുവനായി കൊടുക്കുകയാണ്. ആ ആലിൻ്റെ കരൾ അവിടെ കൊടുക്കുകയായിരുന്നു. അവിടെയും ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ ആലിൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞാണ്. അവിടെ ഈ കരൾ സ്വീകരിക്കുന്ന കുഞ്ഞ് ഡ്രിയ എന്നാണ് അതിൻ്റെ പേര്. ആ ഡ്രിയയ്ക്ക് 6 മാസം മാത്രമേ പ്രായമുള്ളൂ. ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് 10 മാസം പ്രായമുള്ള ആലിൻ്റെ കരൾ നൽകിയത്. അതിനുശേഷം അവിടെ നിന്ന് വാഹനം പെട്ടെന്ന് തിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ നിന്ന് ഒരു 3-4 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വൃക്ക അവിടെ കൊടുക്കുന്നു, 2 വൃക്ക അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ശ്രീ ചിത്രയിലേക്ക് പോകുന്നു. ഹൃദയവാൽവ് അവിടെ കൊടുക്കുന്നു. ഇതിനകത്ത് 2 ഓപ്പറേഷനാണ്, അതിസങ്കീർണമായ ഓപ്പറേഷനാണ് ഇത് രണ്ടും. ഒന്ന് കരൾ മാറ്റി വെക്കുന്നത്, ഒന്ന് വൃക്ക മാറ്റി വെക്കുന്നത്. അതിസങ്കീർണമായ ഓപ്പറേഷനാണ്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ്. ആ 2 ഓപ്പറേഷനാണ് നടന്നിട്ടുള്ളത്. ഇനി 2 ഓപ്പറേഷൻ നടക്കാൻ ഇരിക്കുന്നത്. അതിൻ്റെ സ്വീകർത്താവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒന്ന് ഹൃദയവാൽവ്, ശ്രീ ചിത്രയിലുള്ള ഹൃദയവാൽവിൻ്റെയും 2 അമൃതയിലുള്ള നേത്രപടലത്തിൻ്റെയും സ്വീകർത്താക്കളെ കണ്ടെത്തി വേഗം തന്നെ അത്
അവർക്ക് ദാനം ചെയ്യുകയും ചെയ്യും.